അടുത്തത് കൂളുംസ് ലോ. നമ്മൾ ചാർജസിൻ്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ് തുടക്കത്തിൽ പറഞ്ഞു. ഇലക്ട്രിക് ഫോഴ്സ്, ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ്. ഇതിൽ നമ്മൾ ആദ്യത്തെ പോയിൻ്റ് ഇലക്ട്രിക് ഫോഴ്സിനെ പറ്റി പറയാൻ പോവാണ്. രണ്ട് പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാൻ നമ്മളെ സഹായിക്കുന്നത് കൂളുംസ് ലോ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റ് ചാർജ്. എന്താണ് പോയിൻ്റ് ചാർജ്? രണ്ട് ചാർജുകളുടെയും സൈസ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാൾ വളരെ കുറവാണ് എങ്കിൽ നമ്മൾ ആ ചാർജിനെ പോയിൻ്റ് ചാർജ് എന്നാണ് പറയുക. അപ്പോൾ കൂളുംസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ട് പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ രണ്ട് ചാർജ് കൺസിഡർ ചെയ്യുക. ഒരു ചാർജ് Q1, മറ്റേ ചാർജ് Q2, രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് 6. അങ്ങനെയാണെങ്കിൽ കൂളുംസ് ലോ പറയുന്നത് the force between two point charges is directly proportional to product of the charges and inversely proportional to the square of the distance between them. F നമ്മളിപ്പോൾ വാക്വത്തിലാണ് ചാർജ് വെച്ചത് എങ്കിൽ F എയർ ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ R². പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് K അവിടെ ഇട്ടു. Kക്ക് പറയുക പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്നാണ്. അതിൻ്റെ വാല്യൂ 1/4π എപ്സിലോൺ 0. എപ്സിലോൺ 0ക്ക് പറയുക പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. നമ്മൾ ചാർജ് വെച്ചിരിക്കുന്നത് ഫ്രീ സ്പേസിലാണ്. അതുകൊണ്ട് എപ്സിലോൺ 0 ഈസ് കോൾഡ്, ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് കോൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലോൺ 0ൻ്റെ വാല്യൂ 8.85 × 10⁻⁻12 കൂളംബ് സ്ക്വയർ ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് ഇൻ വാക്വം ഈക്വൽസ് 1/4π എപ്സിലോൺ 0 Q1 Q2 ബൈ R². ഇതിൽ എപ്സിലോൺ 0ൻ്റെയും പൈൻ്റെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഫോഴ്സ് ഇൻ വാക്വം ഈക്വൽസ് 9 × 10⁻⁹ Q1 Q2 ബൈ R². അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് ചാർജ് Q1ഉം Q2ഉം അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 6ഉം അറിയാമെങ്കിൽ ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് വാക്വത്തിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കൂളുംസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ചാർജിൻ്റെ യൂണിറ്റ് കൂളുംബാണ് എന്ന്. സോ നമ്മൾ ഫസ്റ്റായിട്ട് വി ആർ ഗോയിങ് ടു ഡിഫൈൻ 1 കൂളും. നമ്മൾ ഇക്വേഷൻ നോക്കുക. F ഈക്വൽസ് 1/4π എപ്സിലോൺ 0 Q1 Q2 ബൈ R². എല്ലാ ടേംസും 1 ആക്കുക. Q1 ഈക്വൽസ് 1 കുളുംബ്, Q2 ഈക്വൽസ് 1 കുളുംബ്, R ഇസ് ഈക്വൽ ടു 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ വരിക ഫോഴ്സ് ഇൻ എയർ. വാല്യൂ ഒക്കെ കൊടുത്താൽ നമുക്ക് കിട്ടുക ഫോഴ്സ് ഇൻ എയർ ഇസ് ഈക്വൽ ടു 9 × 10⁻⁹ ന്യൂട്ടൺ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ 1 കുളുംബിനെ ഡിഫൈൻ ചെയ്യുക? 1 കൂളുംബ് ഈസ് ദാറ്റ് ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഫ്രം എ സിമിലർ ചാർജ് ഇൻ എയർ റിപ്പൽസ് വിത്ത് എ ഫോഴ്സ് ഓഫ് 9 × 10⁻⁹ ന്യൂട്ടൺ. ഒരു കുളുംബ് ചാർജ് എന്ന് പറഞ്ഞാൽ വേറൊരു 1 കൂളുംബ് ചാർജിൽ നിന്നും 1 മീറ്റർ അകലെ എയറിൽ വെച്ചാൽ അവ തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് 9 × 10⁻⁹ ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ മില്ലി കൂളുംബ് ചോദിക്കാറുണ്ട്. 1 mc അതിനെ കൺവേർട്ട് ചെയ്താൽ 10⁻³ കൂളുംബ് എന്നാണ് കിട്ടുക. മൈക്രോ നമ്മൾ മ്യൂ എന്നാണ് എഴുതുക. 1 മൈക്രോ കൂളുംബ് ഈക്വൽസ് 10⁻⁶ കൂളുംബ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുളുംബിനെ ഡിഫൈൻ ചെയ്യാം. കുളുംബിനെ ഡിഫൈൻ ചെയ്യാൻ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. നമ്മൾ പഠിച്ച ഇക്വേഷനാണ് കറൻറ്റ് I ഇസ് ഈക്വൽ ടു Q/T. അപ്പോൾ അതിൽ നമുക്ക് ചാർജ് Q ഇസ് ഈക്വൽ ടു I × T. ടേംസൊക്കെ 1 ആക്കുക. I ഇസ് ഈക്വൽ ടു 1 ആംപിയർ ആൻഡ് T ഇസ് ഈക്വൽ ടു 1 സെക്കൻഡ്, ദെൻ Q ഇസ് ഈക്വൽ ടു 1 കുളും. ഒരു കണ്ടക്ടറിലൂടെ 1 സെക്കൻഡിൽ 1 ആംപിയർ കറൻറ്റാണ് ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ ആ കണ്ടക്ടറിലെ ചാർജ് 1 കുളുംബാണ്. ദ ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് 1 കുളും ഇഫ് 1 ആംപിയർ കറൻറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ഇനി കൂളുംസ് ലോൻ്റെ വെക്റ്റർ ഫോമാണ്. കൂളുംസ് ലോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സാണ്. ഇലക്ട്രിക് ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഡയറക്ഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂളുംസ് ഫോഴ്സിനെ നമുക്ക് വെക്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതിന് നിങ്ങൾ രണ്ട് ചാർജ് കൺസിഡർ ചെയ്യുക, Q1ഉം Q2ഉം. Q1ൽ നിന്ന് Q2യിലേക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ R12 എന്ന് കൊടുക്കും. അതല്ല Q2ൽ നിന്ന് Q1ലേക്കാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ R21 കൊടുക്കും. ആദ്യം നമ്മൾ ഫോഴ്സ് ഓൺ Q1 കാണാൻ പോവാണ്. ഫോഴ്സ് ഓൺ Q1ൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താ? രണ്ടാമത്തെ ചാർജാണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുക ഫോഴ്സ് ഓൺ ദ Q1 ഡ്യൂ ടു ദ ചാർജ് Q2. വെക്റ്റർ ക്വാണ്ടിറ്റി ഇടണം. അപ്പോൾ Q1ൻ്റെ മുകളിലുള്ള ചാർജ് Q2 കാരണം ഈക്വൽസ് 1/4
4 pi epsilon 0 Q1 Q2 divided by നമ്മൾ ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ Q1ൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ ഈ Q2 Q1നെ ഇങ്ങോട്ടേക്കാതല്ല, Q2 Q1നെ ഇങ്ങോട്ടേക്കാണ് പുഷ് ചെയ്യുക, റിപ്പൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ Q2വിൽ നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസാണ് മെഷർ ചെയ്യുക. R21 the whole square. അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക്. ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ ചാർജ് Q2 എന്ന് പറഞ്ഞാൽ F12 ഈക്വൽസ് 1/4 pi epsilon 0 Q1 Q2 ഡിവൈഡഡ് ബൈ Q1നെ ഇങ്ങോട്ടേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ Q2വിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാൻ, R21 the whole square. ഇവിടെ വെക്റ്റർ ക്വാണ്ടിറ്റിയും ഈ ഭാഗത്ത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് വെക്റ്റർ ആണെങ്കിൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും വെക്റ്റർ ആവണം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു യൂണിറ്റ് വെക്റ്റർ എഴുതും. യൂണിറ്റ് വെക്റ്റർ നമ്മൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കണം. ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? Q1 എങ്ങോട്ടാണ് പോവുക? Q2 പോസിറ്റീവ്, Q1 പോസിറ്റീവ്. അപ്പോൾ Q2 Q1നെ ലെഫ്റ്റിലേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ ആ ഡയറക്ഷനാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. R21 എന്നുള്ള യൂണിറ്റ് വെക്റ്ററിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വരിക, ഫോഴ്സ് ഓൺ Q1 F12 ഈക്വൽസ് 1/4 pi epsilon 0 Q1 Q2 ബൈ R21 സ്ക്വയർ യൂണിറ്റ് വെക്റ്റർ R21. അതുപോലെ ഫോഴ്സ് ഓൺ Q2ൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാകാനുള്ള കാരണം Q1 ആണ്. Q1 Q2നെ റൈറ്റിലേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1 F21 ഈക്വൽസ് 1/4 pi epsilon 0 Q1 Q2 ബൈ Q1 Q2നെ റൈറ്റിലേക്കാണ് തള്ളുക. അപ്പോൾ ഡിസ്റ്റൻസ് റൈറ്റിലേക്കാണ് മെഷർ ചെയ്യേണ്ടത്. R12 ഇതിന് വെക്റ്റർ ക്വാണ്ടിറ്റി ഒക്കെ വേണ്ടി യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, യൂണിറ്റ് വെക്റ്റർ R12. ഈ രീതിയിലാണ് നമ്മൾ കൂളംസ് ലോനെ വെക്റ്റർ ഫോമിൽ റിപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ യൂണിറ്റ് വെക്റ്റർ R21 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് R12, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് രണ്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് F12 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് F21 എന്ന് പറയാം. അതായത് Q1 Q2ൻ്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സും Q2 Q1ൻ്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റുമാണ്. ന്യൂട്ടൻ്റെ തേർഡ് ലോക്ക് ഈക്വലൻ്റ് ആണ് കൂളംസ് ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കുളുംബ്. ഒരു കുളുമ്പിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചാർജ് Q തന്നിട്ടുണ്ട്. Qന് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൽ ഫോർമുല പഠിച്ചിട്ടുണ്ട്, Q ഇസ് ഈക്വൽ ടു NE. അപ്പോൾ N ഇസ് ഈക്വൽ ടു Q/E എന്ന് വരിക. Qൻ്റെ വാല്യൂ 1 കുളുംബെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, Eൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുക 0.625 × 10⁻19 ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു കൂളുംബ് ചാർജിൽ ഇത്രയും ഇലക്ട്രോൺസ് 10⁻19 കണ്ടില്ല, ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി അടുത്തത് ഒരു പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് കാണാനുള്ള ഫോർമുല കൂളംസ് ലോ ആണ്. 1/4 pi epsilon 0 പ്രോട്ടോണിൻ്റെ ചാർജ് E, ഇലക്ട്രോണിൻ്റെ ചാർജ് E, ഡിസ്റ്റൻസ് R². ഇനി പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണാൻ G ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ R². വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇലക്ട്രോണിൻ്റെ ചാർജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മാസ് ഓഫ് ഇലക്ട്രോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മാസ് ഓഫ് പ്രോട്ടോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R²ഉം കട്ടായി പോകും. അത് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുക 2.4 × 10⁻39 എന്നാണ് കിട്ടുക. അതിൻ്റെ അർത്ഥം ഇലക്ട്രിക് ഫോഴ്സ് ഈസ് 10⁻39 ടൈംസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സ് 2.4 × 10⁻39 ടൈംസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ ശക്തി കൂടിയതാണ്. അടുത്ത നമ്മൾ കൂളംസ് ഫോഴ്സ് ഒരു മീഡിയത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക നോക്കുക. അപ്പോൾ നമ്മൾ വെക്കുന്ന ചാർജ് Q1ഉം Q2ഉം ഒരു മീഡിയത്തിൽ വെക്കുക. മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി നമ്മൾ എപ്സിലൺ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് ഇൻ എ മീഡിയം ഇസ് ഈക്വൽ ടു 1/4 pi epsilon Q1 Q2 ബൈ R². നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. നേരത്തെ നമ്മൾ വാക്വത്തിലുള്ള അല്ലെങ്കിൽ എയറിലുള്ള ഫോഴ്സ് എഴുതിയതാണ്, നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് F എയർ ബൈ F മീഡിയം ഈക്വൽസ് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്നാണ് വരിക. ഈ റേഷ്യോ നോക്കുക, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതിൻ്റെ റേഷ്യോ ഒക്കെ നമ്മൾ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ് പറയുക. പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഈസ് കോൾഡ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഐദർ എപ്സിലോൺ ആർ ഓർ കെ. അപ്പോൾ നമ്മൾ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം
ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ നമുക്ക് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എപ്സിലോണിനെ നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ ഈക്വൽസ് എപ്സിലോൺ 0 ഇൻറ്റു കെ. എപ്സിലോൺ ഈക്വൽസ് എപ്സിലോൺ 0 ഇൻറ്റു കെ. അത് നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ ഈ എപ്സിലോണിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താ എഴുതാം? എഫ് മീഡിയം ഇസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 കെ Q1 Q2 ബൈ ആർ സ്ക്വയർ. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എൻ്റെ വാല്യൂ നമുക്കറിയാം 8.85 ഇൻറ്റു 10⁻⁻12. കെ എന്ന് പറഞ്ഞാൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീഡിയം. ഫോർ എക്സാമ്പിൾ വെള്ളത്തിന് കെൻ്റെ വാല്യൂ വരെ, വാട്ടറിന് കെൻ്റെ വാല്യൂ വരെ 80 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ 3 ഉപയോഗിച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എ മീഡിയം if the dielectric constant K of the medium is given. ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒന്ന്, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എപ്സിലൺ, അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കാണാൻ പോവാണ്. അതിന് എപ്സിലൻ്റെ ഫോർമുല എഴുതുന്നു 1/4 എഫ് Q1 Q2 ബൈ ആർ സ്ക്വയർ. ക്യൂവിൻ്റെ ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല 80 ആണ്. ഫോഴ്സിൻ്റെത് ML T⁻², ഡിസ്റ്റൻസിൻ്റെത് L². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക M⁻⁻1 L⁻⁻3 T⁻4 I⁻². So in this manner you can find the dimensional formula for epsilon. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഒരു മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് K എന്ന് നമ്മൾ പറഞ്ഞു. ഒരു കണ്ടക്ടർ ആണെങ്കിൽ Kൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. കണ്ടക്ടേഴ്സിനാണ് K മാക്സിമം വാല്യൂ ഉണ്ടാവുക ഇൻഫിനിറ്റി. ഒരു വാക്വത്തിൻ്റെ കേസിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്? നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ മതി. ഈ K അവിടെ അല്ലെങ്കിൽ ഇത് ഫ്രീ സ്പേസ് ആയി അല്ലേ? K വരുമ്പോൾ മീഡിയം ആയി. അപ്പോൾ Kൻ്റെ വാല്യൂ നമ്മൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ K is equal to 1, ദിസ് ബിക്കംസ് ദ ഇക്വേഷൻ ഫോർ ഫ്രീ സ്പേസ്. അപ്പോൾ ഒരു ഫ്രീ സ്പേസിൻ്റെ കേസിൽ Kൻ്റെ വാല്യൂ അല്ലെങ്കിൽ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മിനിമം വാല്യൂ ഫോർ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഈസ് 1, that is in vacuum. Maximum value is infinity, that is for conductors. ഇനി നമ്മൾ കൂളംസ് ഫോഴ്സ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൂളംസ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് 2 പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാൻ പറ്റും നമുക്ക്. 2ൽ കൂടുതൽ ചാർജുകൾ ഉണ്ടെങ്കിൽ, അപ്പോൾ മൾട്ടിപ്പിൾ ചാർജസ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് കാണുക? അതിന് നമ്മളെ സഹായിക്കുന്ന തിയറമാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ നിങ്ങൾ 2 ചാർജ് കൺസിഡർ ചെയ്യുക. ഒറിജിനിൽ നിന്നും R1 ഡിസ്റ്റൻസ് അകലെയായിട്ട് ഒരു ചാർജ്, ഇവിടെ ഒറിജിനിൽ നിന്നും R1 ഡിസ്റ്റൻസ് അകലെയായിട്ട് ഒരു ചാർജ് Q1, ഇവിടെ എഴുതാം അത് R1. പിന്നെ ഒറിജിനിൽ നിന്നും R2 ഡിസ്റ്റൻസ് അകലെയായിട്ട് വേറൊരു ചാർജ് Q2. ഇപ്പോൾ Q1 Q2 തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ Q1ൽ നിന്ന് Q2ലേക്കാണ് മെഷർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ R12 എന്ന് കൊടുക്കും വെക്റ്റർ. Q2ൽ നിന്ന് Q1ലേക്കാണ് മെഷർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആ ഡിസ്റ്റൻസ് R21 എന്ന് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ 2 ചാർജ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു ദ ചാർജ് Q2? Q1ൻ്റെ മുകളിൽ Q2 കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? നമ്മളുടെ ഫോർമുല എഴുതിയിട്ടുണ്ട്. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 1/4 എപ്സിലോൺ 0. Q2 Q1നെ ഇങ്ങോട്ടേക്കാണ് പുഷ് ചെയ്യുക, റൈറ്റ് സൈഡിലേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റൻസ് എഴുതുമ്പം R21, അവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക, യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, യൂണിറ്റ് വെക്ടർ R21. വി ക്യാൻ സേ F12 ഈക്വൽസ് 1/4 എപ്സിലോൺ 0 Q1 Q2 ബൈ R21 സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ R21. ദിസ് ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ ചാർജ് Q2. ഇനി നമ്മൾ വേറെ 2 ചാർജും കൂടി കൺസിഡർ ചെയ്യാം. Q3 എന്നൊരു ചാർജും ഉണ്ട്, Q4 എന്നുള്ളൊരു ചാർജും ഉണ്ട്. Q3 Q1ൽ നിന്നും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ R31 ഡിസ്റ്റൻസ് അകലെയാണ്. Q4 Q1ൽ നിന്നും R41 ഡിസ്റ്റൻസും അകലെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 4 ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ് ബിറ്റ്വീൻ Q1 ആൻഡ് Q2? ഈ 4 ചാർജ് ഉണ്ടെങ്കിലും Q1ഉം Q2ഉം തമ്മിലുള്ള ഫോഴ്സ് എന്തുതന്നെയായിരിക്കും? ഇതന്നെയായിരിക്കും, മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ നമുക്ക് ഇതിൽ സ്റ്റേറ്റ് ചെയ്യാം. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഈസ് അൺഎഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് അതർ ചാർജസ്. ഏതെങ്കിലും 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ബാക്കി വേറെ ചാർജുകൾ ഉണ്ടെങ്കിലും ആ ഫോഴ്സിനെ ഈ ചാർജുകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ നെറ്റ് ഫോഴ്സ് ഓൺ Q1.
Q1ൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്, ബാക്കി ചാർജുകളുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം Q2 കാരണം Q1ൻ്റെ മുകളിലുള്ള ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു ദ ചാർജ് Q2 F12. Q3 കാരണവും Q1ൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും, Q1നെ അങ്ങോട്ട് തള്ളും Q3, അത് F13. Q4 കാരണം Q1ൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും, F14. അപ്പോൾ നമുക്ക് പറയാം ദ നെറ്റ് ഫോഴ്സ് ഓൺ Q1 ഈക്വൽസ് F12 പ്ലസ് F13 പ്ലസ് F14. അപ്പോൾ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വേറൊരു രീതിയിലും സ്റ്റേറ്റ് ചെയ്യാം. ദ ടോട്ടൽ ഫോഴ്സ് ഓൺ എ പോയിന്റ് ചാർജ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഫോഴ്സസ് ഓൺ ദാറ്റ് പോയിന്റ് ചാർജ് ബൈ ദ അതർ ചാർജസ്. ഇപ്പോൾ സൂപ്പർ പൊസിഷൻ നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം. ഒന്ന്, ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് അൺഎഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് അതർ ചാർജസ്. അല്ലെങ്കിൽ നമുക്കിത് ഈ ഇക്വേഷൻ വെച്ച് റിപ്രസെൻറ്റ് ചെയ്യാം. ദ ടോട്ടൽ ഫോഴ്സ് ഓൺ എ പോയിന്റ് ചാർജ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് ഈക്വൽസ് ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഫോഴ്സസ് F12, F13, F14 etc. exerted on the point charge by other charges. ഈ രീതിയിൽ മൾട്ടിപ്പിൾ ചാർജസ് കാരണം ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് കാണാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പ്രിൻസിപ്പിളാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ.